ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. കയ്യിലിരിക്കുന്നത് വടുകപ്പുളി നാരങ്ങയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓണം സ്പെഷ്യൽ വടുകപ്പുളി അച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സിമ്പിൾ ആണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കറിയാം ഇത് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയല്ലോ. ഞാൻ ഇവിടെ ഒരു 350 ഗ്രാം വരുന്ന വലിയ നാരങ്ങ, കറിനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്ത എടുക്കുക കേട്ടോ. നല്ലോണം പഴുത്താണെങ്കിൽ വലിയ കയ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പോവാണ്. തൊലിയിട്ട് അച്ചാറിടുന്നവരും ഉണ്ട്, പക്ഷെ അതാകുമ്പോൾ ചെറിയ ചവർപ്പ് കൂടുതലുണ്ടാവും. തൊലി ചെത്തി കഴിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ആ വെളുത്ത ഒരു സ്കിന്ന് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വേണം ചെത്തിയെടുക്കാൻ കേട്ടോ. അപ്പം നമുക്ക് ആ വടുകപ്പുളി നാരങ്ങയുടെ ആ ടേസ്റ്റ് കൃത്യമായി കിട്ടും, ചവർപ്പൊട്ടുണ്ടാകുകയില്ല. ഇപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ കുരു ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനിങ്ങനെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നത് പോലെ അതിൻ്റെ നടുക്കത്തെ ഭാഗമില്ലേ അതങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. അത് മുറിച്ച് കളയുമ്പോഴേക്കും കുരുവൊക്കെ ആ കൂടെ തന്നെ പൊയ്ക്കോളും. അതിനുശേഷം ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നു. അത്യാവശ്യം ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. ഉപ്പിട്ടൊന്നും ഈ സമയത്ത് വെക്കേണ്ടതില്ല. ജസ്റ്റ് നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. പക്ഷെ അത്യാവശ്യം നല്ല എരിവ് തന്നെ ഈ ഇങ്ങനത്തെ നാരങ്ങ അച്ചാറിനുള്ളതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിന് വട്ടത്തി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിച്ചം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വട്ടത്തി മുറുക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം കേട്ടോ പച്ചമുളക്, എങ്കിൽ മാത്രമേ അച്ചാറ് കേടുകൂടാതെ കുറച്ച് നാൾ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം അതിലേക്ക് അത് നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഒരു നിറമാവുന്നത് വരെ അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷെ വെന്തങ്ങ് അലുത്തു പോവരുത് തീരെ. കഷ്ണം നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന പരുവത്തിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് വഴന്ന് വരുമ്പം തന്നെ ഏകദേശം അതിൻ്റെ നീരെല്ലാം ഫുൾ ഇറങ്ങി വരും. ഈ ഒരു ഗ്യാപ്പിനിടയ്ക്ക്, അത് വഴറ്റുന്ന ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉള്ള പുളിയില്ലേ അത് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയും പിന്നെ നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ 1/2 ഗ്ലാസ് വെള്ളത്തിന് നമ്മളൊരു 1/4 ഗ്ലാസ്സിൽ താഴെ, അതായത് 1/4 ഗ്ലാസ്സിൽ താഴെ മാത്രം മതി വെള്ളമായിട്ട് കുറുക്കിയെടുക്കും. നല്ലോണം കുറുക്കിയെടുക്കുക. അതിപ്പോൾ മറ്റേ വേറൊരു ഗ്യാസ് അടുപ്പിൽ ഇരുന്ന് റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് ഇത് കണ്ടില്ലേ, നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി നാരങ്ങ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. മുളകിൻ്റെ പച്ചമണമൊക്കെ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ മാറിക്കോളും. നന്നായിട്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് കുറുകി കിട്ടും. ആ സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള പുളിവെള്ളം നല്ലോണം തിളച്ച് അത് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതിന് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പക്ഷെ അത് വെള്ളം വറ്റിയ അച്ചാറ് നമ്മൾ ഓഫാക്കി വെച്ചു. മൺചട്ടി കൂടി ആയതുകൊണ്ട് അത് പാകത്തിന് ഇത് കണ്ടോ ഈ കൺസിസ്റ്റൻസിയിൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കായപ്പൊടി ചേർത്ത് കൊടുത്തു. ഇപ്പം ഈ പുളിവെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. നമുക്കറിയാം നാരങ്ങ അച്ചാർ എന്ന് പറയുമ്പം ഇലയിൽ വെച്ചാൽ അത് അവിടെ ഇരിക്കണം, ഓടി നടക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള പരുവത്തിൽ നമുക്ക് അച്ചാർ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല എന്താ പറയുക, ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ. കയ്പ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. പുളിയൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി ഉപ്പും ഈ സമയത്ത് പാകത്തിനാണോ എന്ന് നോക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള അച്ചാർ ഇവിടെ തയ്യാറാണ്. ഞാനിപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കി, അത് കറക്റ്റ് ആയിരുന്നു.
ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കടുക് വറുത്തിടണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് വറ്റൽമുളക്, കടുക് 1 ടീസ്പൂൺ, കരിവേപ്പില ആവശ്യത്തിനിട്ട് കടുക് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറാവും. ഈ ഓണത്തിന് ഇങ്ങനെ തന്നെ അച്ചാർ തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഹാപ്പി ഓണം. ഓണത്തിന് അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം കമൻറ്റും ഇടാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.